ഡബിങ് സമയത്ത് മാത്രം ഡബിങ് വേർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ മാഷ്. സിനിമ ആദ്യമാണ് കാണുന്നത് തിയേറ്ററിൽ വെച്ചാണ് കാണുന്നത്. ഡബിങ് സമയത്ത് ചിലത് കാണുമ്പോൾ ഡബിങ് സമയത്ത് ചിരി അടക്കാൻ പറ്റാത്ത ഒരു സീൻ എന്തായിരിക്കും മാഷിന് സ്വയം ഡബ് ചെയ്യുമ്പോൾ? അല്ല, അത് മിക്കവാറും എല്ലാ രംഗത്തും ഒരു ചിരി വരുന്ന സീൻ തന്നെയായിരുന്നു ഏകദേശം എല്ലാ. അതായത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഏരിയ പറയാനില്ല. ഇഷ്ടപ്പെട്ട എല്ലാ രംഗങ്ങളും ഇഷ്ടപ്പെടും. ഇത്തരം ഒരു സിനിമകൾ ഒരു മെസ്സേജും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം ഈ സിനിമ കാണുന്നവർ വിചാരിക്കും ഇത് ഏടത്തേക്കായി ഈ സിനിമ പോകുന്നതിലൊരു തോന്നലുണ്ടാവും അല്ലേ? പക്ഷേ പിന്നീടാണ് ഇത് മനസ്സിലാവുന്നത്. അവസാനത്തെ ഒരു ഡയലോഗ് മതി എല്ലാത്തിനും അല്ലേ? നീ ഇതെല്ലാം എന്താണെന്നിങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ടല്ലോ, നമ്മളെ അവസാനം മിനിരാധം വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്തെന്ന് നിങ്ങൾ ഈ കാട്ടത്തിൻ്റെ കൂടെ കൊണ്ടിട്ട് അല്ലേ, ഈ ജാതകമെല്ലാം അതിൽ കൊണ്ടിട്ട്. അപ്പോൾ പറയുന്നത് ഈ ജാതകം കൊണ്ടുപോയി നീ കത്തിച്ചിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. അതിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും. ഈ ജാതകവും ഇതൊന്നുമല്ല, മാനസിക പൊരുത്താണ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഐക്യമാണ് ഒരു കുടുംബജീവിതത്തിന് ഏറ്റവും പ്രധാനം എന്ന് സമർത്ഥിക്കുന്ന ഒരു സിനിമ ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇപ്പോഴും ജാതകം നോക്കി തന്നെ കല്യാണം നടക്കുന്നതും ജാതകം മോശമായിട്ട് കല്യാണം മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചൊവ്വ നോക്കിയിട്ട് ആൾ കഴിക്കുന്ന കാലമല്ലേ? ഏതോ ചൊവ്വ എവിടെയില്ലേ ചൊവ്വ നോക്കിയിട്ട് ചൊവ്വാദോഷം പറയുന്നവരല്ലേ പല ആളുകൾ ഇന്നും. അതെ. പക്ഷെ ഒരു ചൊവ്വ ഒരു ആളെ ഉപദ്രവിക്കാത്തൊരു സാധനമാണെന്നുള്ളത് അതെ, തെളിയിക്കപ്പെട്ടു. ഇനി ഇതെല്ലാം നോക്കി കല്യാണം കഴിച്ച എത്രയോ കല്യാണ ബന്ധങ്ങൾ വേർപെട്ടിട്ടുണ്ട്. ഈ എല്ലാ ജാതകവും നോക്കി എല്ലാ പൊരുത്തവും നോക്കി 8 പൊരുത്തവും നോക്കി കല്യാണം കഴിച്ച പല കുടുംബ ബന്ധങ്ങളും ഇല്ലാതായിട്ടുണ്ട്. ഇതൊന്നും നോക്കാതെ കഴിച്ച കുടുംബങ്ങൾ ഏറ്റവും നന്നായി പോകുന്നുണ്ട്. അതൊന്നല്ല, മാനസിക ഏറ്റവും പ്രധാനം ഈ സിനിമയിലെ ഒരു സന്ദേശം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഐക്യം തന്നെയാണ് ഏറ്റവും പ്രധാനം, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് ഒരു മെസ്സേജ് ഗംഭീരമായിട്ട് സിനിമ നന്നായിട്ട് പറഞ്ഞു. നമ്മൾ ചിരിയുടെ മാലപ്പടക്കം കുത്തിക്കാൻ മെസ്സേജ് മനസ്സിൽ ആഴത്തിൽ തറച്ചു പോകുന്ന ഒരു ഫാമിലിയുണ്ട്, ചെറുപ്പക്കാരും ഉണ്ട്. എനിക്ക് തോന്നി ഡയറക്ടറും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തും അവരുടെ മനസ്സിൽ ഈ രാഘവ മാഷ് ഉണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കും ഈ രാഘവ മാഷ്. അത് ചോദിക്കേണ്ടത് അത് മോഹൻചേട്ടനോട് ചോദിക്കണം. ഉറപ്പാണ് എന്തായാലും മോഹൻചേട്ടനോട് ചോദിക്കും. എനിക്ക് തോന്നുന്നു അവരാരോ കുടുംബത്തിൽ ആരോ ഒരു രാഘവ മാഷ്, ഇതുപോലത്തെ രാഘവ മാഷ് ഉണ്ട്. പിന്നീട് അദ്ദേഹം അതായത് പൊളിറ്റിക്സും ഉണ്ട്, പക്ഷെ എന്നാൽ പൂർണ്ണമായും മറ്റേൽ നിന്ന് വിടുതലില്ല വാങ്ങാത്ത ഒരാൾ അല്ലേ, മാറാൻ പറ്റാത്ത അതുകൊണ്ട്. പക്ഷെ പൊളിറ്റിക്സ് കട്ട പൊളിറ്റിക്സും ഉണ്ട്. ഒരു കുടുംബമഹിമ വിട്ടുപിടിക്കാനും പറ്റുന്നില്ല. അത് മിക്കവാറും മോഹൻചേട്ടൻ്റെ സ്ക്രിപ്റ്റിന്റെ ഏതോ കുടുംബത്തിൽ ആരോ ഉണ്ട്. അതുണ്ട്. തറവാട്ടുകാരനാണ്, തറവാടിത്തവും പറയുന്നുണ്ട്. പക്ഷെ തറവാടിത്തം പറയുന്നതോട് എന്ത് പറയുമ്പോൾ വിനീത് ശ്രീനിവാസ് പറയുന്നൊരു കാര്യമുണ്ട്. ഏത് മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് ആ തറവാടിന്റെ പേര്? അതെ, അജേഷിന്റെ പേര് പറഞ്ഞ് തറവാട്, ആ തറവാടിന്റെ കൂട്ടിച്ചേർത്തിട്ട് തന്നെ എപ്പോഴും പേര് പറയും. മാമ്പറത്ത് രാഘവനും മാമ്പറത്ത് ജയേഷും നടക്കില്ല അങ്ങനെ പറയുന്നത്. എല്ലാം അങ്ങനെയാ പറയുന്നത്. തറവാടിന്റെ മഹിമ അവിടെ സൂക്ഷിക്കുന്നു. പക്ഷെ ഈ പല സിനിമകളും കണ്ടുപോകുമ്പോൾ ഇത്തരം സിനിമകൾ ഒരു കോമഡിയിലൂടെ മെസ്സേജ് പറയുന്ന സിനിമകൾ വളരെ കുറവായിട്ട് കാണുന്നു. അല്ലെങ്കിൽ കോമഡിയാണെങ്കിൽ കോമഡി തന്നെയായിട്ട് പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഈ ജാതകം ചൊവ്വ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ അല്ലെ പല പൊരുത്തങ്ങളില്ലാതെ കല്യാണം നടക്കാതെ പോകുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് പറയാൻ ഇവർക്ക് തോന്നാനുള്ള കാരണം പിന്നീട് മാഷ് ചോദിച്ചിട്ടുണ്ടോ? എന്നോട് പറഞ്ഞു ഇവരെ കുടുംബക്കാരെ പിന്നീട് എന്തെങ്കിലും ഇവരോട് ചോദിച്ചോ, ഇത് നിങ്ങൾ ഇങ്ങനെ ഈ റൂട്ടിലേക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിരുന്നു? അല്ല, പലപ്പോഴായിട്ട് ഈ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലായി എന്തോ ഒരു ചെറിയൊരു ഹിൻഡ് ചില കാര്യങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടി പറ്റില്ല. അല്ല, അങ്ങനെയല്ല, അത് പൂർണ്ണമായും കിട്ടിയതുമല്ല. ചില കാര്യങ്ങൾ പിന്നെ സിനിമാറ്റിക്കായി മാറും. അതെ അല്ലേ? വിനീത് എന്നോട് പറഞ്ഞ വിനീത് കുറെ നാളുകൾ സ്വന്തം ഭാഷയിൽ എന്ന് വെച്ചാൽ തലശ്ശേരിക്കാരനാണല്ലോ, ആ ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ മാഷ് കാസർഗോഡ് നിന്ന് വരുന്നു, വിനീത് തലശ്ശേരി, പിന്നെ ഇതിനകത്ത് കുറെ കണ്ണൂരുകാരുണ്ട്. അങ്ങനെ അവിടെ ആ ഏരിയയിലുള്ളവരാണ് കൂടുതലും വരുന്നത്. അത്തരം ഒരു സ്ലാങ് ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയം കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. മാഷ് വേറെ ഭാഷയിൽ വന്ന് അഭിനയിക്കുക, അല്ലെങ്കിൽ വേറെ തിരുവനന്തപുരത്ത് വന്ന് അഭിനയിക്കുമ്പോൾ മാഷിന് അതിൽ നിന്നും മാറാൻ പറ്റാതെ തിരുവനന്തപുരം പെട്ടെന്ന് പിടിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും? അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അതിപ്പം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരമ്പലം നടയിലും ഒരു പ്രയാസമില്ലാണ്ട്, അത് നമ്മളെ കാസർഗോഡ് സ്ലാങ്ങേ അല്ലല്ലോ. അതെ അല്ല, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ തലശ്ശേരി, പാട്യം, അതുപോലെ ആ പ്രദേശത്തെല്ലാം എന്തേനും
അല്ലേ? ഈയൻ്റെ അമ്മ ആ പാട്ടിൽ തന്നെ ഉണ്ടല്ലേ? പാട്ടില് ആ അത് ശൈലജ ടീച്ചറിൽ എപ്പോഴും പറയുമ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാം ആ ഒരു പറഞ്ഞു പോകുന്നുണ്ട്. ഈയൻ്റെ അമ്മ ആ ഒരു സാധനം വരുന്നുണ്ട്, അവരെല്ലാം സംസാരിക്കുമ്പോൾ വരുന്നുണ്ട്. മാഷിന്റെ കൂടെ പേരായിട്ട് അഭിനയിച്ച ചേച്ചി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനും അദ്ദേഹവും പിന്നെ കോറസ് കലാസമിതി മാണിയാട്ടിൻ്റെ നാടകത്തിൽ ഒന്നിച്ച് അഭിനയിച്ചത്. അതെ, കോറസ് കലാസമിതി മാണിയാട്ടിൻ്റെ നാടകം സിന്ധു ശാന്തമായി ഒഴുകുന്നില്ല നാടകത്തിൽ നമ്മൾ മുമ്പും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസാനമായിട്ട് കോറസിൻ്റെ നാടകത്തിലാണ് ഒന്നിച്ച്. ഇപ്പോഴും നാടകത്തിൽ അഭിനയത്തിന് പോകാറുണ്ട്. ഇപ്പം ഈ തിരക്കിലെ സമയത്ത് പോകാൻ പറ്റുന്നില്ല. ആ സിനിമ കോറസിൻ്റെ നാടകം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ പോയി അവതരിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് പോലും ആ നാടകം നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് രചിത മിനി രാധനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്കിതിന് കിട്ടിയതില്ല. ഈ വീട്ടിൽ കുറേ സീനുകളുണ്ട് അല്ലേ? വീട്ടിൽ തന്നെയാണ് മിക്കവാറും കുറേയെല്ലാം സീൻ ഉണ്ടായത്. കുറേ സീനുകളുണ്ട്. ആ തറവാടിൽ കല്യാണം കഴിച്ചു വന്ന് നിൽക്കുന്ന മകളുണ്ട്, അവരുടെ കുട്ടികളുണ്ട്. പിന്നീട് ആ ഒരു കല്യാണ ആലോചനയ്ക്ക് പോകുമ്പോൾ ആ തറവാട്ടിലുണ്ടാകുന്ന കുറേ രസകരമായ മുഹൂർത്തങ്ങളുണ്ട്. കല്യാണ വീട്ടിൽ ഇങ്ങനെ ഒരു ആക്ഷൻ, കല്യാണ വീട്ടിലൊരു ആക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മാഷ് പോയിട്ട് കുറച്ച് ഡയലോഗും ഇടിയും വെക്കുന്ന ഒരു സാധനങ്ങളുണ്ട്. അതെടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു? അതായത് പിന്നെ ഈ ജോലിസരോട് ചോദിക്കുന്നുണ്ട്. അതാ ഭയങ്കര സീനാണ്. ജോലിസരോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ പറയാമല്ലേ, എല്ലാം കൂടെ പറഞ്ഞ അവസാനം ചവിട്ടിയിട്ടുള്ള സീൻ. അതെ, ആ ചവിട്ടിയിട്ട സീൻ എന്ന് പറയുന്നതിൻ്റെ അവസാനം ചോദിക്കുന്നുണ്ട്, ഇത് കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല എനിക്ക്, ഈ ഒളിച്ചോടുന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല എനിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടെത്തിയത് എനിക്ക് ഒളിച്ചോടുന്ന് കൂടെ കണ്ടെത്താൻ പറ്റണ്ടേ? അപ്പൊ എന്തൊരു ജോലിസ്, എന്ത് ജോലിസാന്ന് ചോദിക്കുന്നുണ്ട്. ആ സ്റ്റണ്ടിന്റെ രംഗങ്ങൾ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തത്? ഇടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇവരെല്ലാം കൂടി പിടിക്കുന്നുണ്ടല്ലോ, പൂജയും അതുപോലെ തന്നെ കട്ടും എല്ലാവരും കൂടി എന്നെ പിടിച്ചു നീക്കുന്നുണ്ട്. അച്ഛൻ നന്നായി കളിക്കുന്നു, മാറി നിൽക്കുന്ന അറ്റാക്ക് വന്ന ആളാണ്, നിങ്ങൾ മാറി നിൽക്കുന്നു പറയുന്നുണ്ട്. ആ സീൻ എങ്ങനെ കൈകാര്യം ചെയ്ത്? ഒരു സ്റ്റണ്ടിലൊക്കെ വരുമെന്ന് വെച്ചാൽ മാഷേ അല്ല, ഈ സ്റ്റണ്ടിലേക്ക് പറഞ്ഞാൽ ഞാൻ പിന്നെ നമ്മളെ പഞ്ചവത്സരപദ്ധതിയിൽ ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു, അന്ന് നല്ല അടി കിട്ടിയതാണ്. പഞ്ചവത്സര പദ്ധതിയിൽ സിജു വിൽസണായിട്ടുള്ള അടി നടന്നത്. അന്ന് അടി കിട്ടി. അടി കിട്ടി, ഇന്ന് അടി കൊടുത്തു. ഇടയ്ക്ക് ഒന്ന് മാറി നിൽക്കേണ്ട വന്നു. അതെ മാറിയിട്ടുണ്ട്. ഒരു കുടുംബ സിനിമകളിലെ വിജയങ്ങൾ പല രീതിക്കായിരിക്കാം. കുടുംബ സിനിമകൾ പല രീതിക്കായി. ഇപ്പം മാഷ് തുടക്കത്തിൽ പറഞ്ഞില്ല, കുറേ നാളായി ഇങ്ങനെ ചിരിക്കാൻ, മനസ്സോട് ചിരിക്കാൻ സിനിമകളില്ലായിരുന്നു. നമ്മൾ കണ്ട സിനിമകളെല്ലാം മനസ്സോട് ചിരിക്കാൻ വളരെ ചുരുക്കം സിനിമകൾ. സീരിയസ് ആണ്, സീരിയസ് കുറ്റാന്വേഷണം അതുപോലെയുള്ള സിനിമകൾ സീരിയസ് അത് ആസ്വദിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ. 100%. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ വിജയമല്ലേ ഉണ്ണിമൂന്നിന്റെ സിനിമ. എല്ലാ സിനിമകളും ആസ്വദിക്കുന്നുണ്ട്, ഒരു മാറ്റമില്ല. ഇത് വേറൊരു ടൈപ്പ് ആസ്വാദനം. പൊന്മാനാണെങ്കിലും വേറെ രീതിക്ക് അതും ആസ്വദിക്കുന്ന ആളുകൾ കാണുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ മനസ്സ് നിറഞ്ഞ് കുറേ ചിരിക്കാം. നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള സിനിമ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.